ക്വസ്റ്റ്യൻ കോഡ് 82/2022 ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന ട്രേസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 51ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്ലോറിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെയർ ഹൗസസ്, സ്റ്റോഴ്സ്, ഗോഡൗൺസ് എക്സെട്ര. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ഫ്ലോറിംഗ് ആണ് വെയർ ഹൗസസിനും സ്റ്റോഴ്സിനും ഗോഡൗൺസിനുമൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വെയർ ഹൗസസിലും സ്റ്റോഴ്സിലും ഗോഡൗൺസിനും ഒക്കെ ബ്രിക്കിൻ്റെ ഫ്ലോറിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായത്. ബ്രിക്ക് ഫ്ലോറിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെയർ ഹൗസസ്, സ്റ്റോഴ്സ്, ഗോഡൗൺസ് എക്സെട്ര. 52ാമത്തെ ചോദ്യം, ദി സ്പാൻ ഓഫ് എ കപ്പിൾ റൂഫ് ഈസ് ലിമിറ്റഡ് ടു. കപ്പിൾ റൂഫിൻ്റെ സ്പാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പിൾ റൂഫിൻ്റെ സ്പാൻ എത്രയായാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? കപ്പിൾ റൂഫ് 3.6 മീറ്റർ ആണ്. കപ്പിൾ റൂഫിൻ്റെ സ്പാൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 3.6 മീറ്റർ വരെയാണ്. 53ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ആസ് വെഹിക്കിൾ ഇൻ എ പെയിൻറ്റ്. പെയിൻറ്റിൽ വെഹിക്കിളായി ഉപയോഗിക്കുന്ന കോമൺ മെറ്റീരിയൽ, മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിൻസീഡ് ഓയിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ആസ് വെഹിക്കിൾ ഇൻ പെയിൻറ്റ്. വെഹിക്കിളായി കോമണായി ഉപയോഗിക്കുന്നത് ലിൻസീഡ് ഓയിലാണ്. 54ാമത്തെ ചോദ്യം, an intermediate floor in any story overhanging and overlooking a floor beneath is. രണ്ട് സ്റ്റോറികൾക്കിടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫ്ലോർ ഓവർഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ താഴത്തെ ഫ്ലോറിലൂടെ നമുക്ക് കാണാനും കഴിയും. അങ്ങനെ ഓവർഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിനെ വിളിക്കുന്ന പേരാണ് മെസനൈൻ ഫ്ലോർ. മെസനൈൻ ഫ്ലോർ എന്നാണ് വിളിക്കുന്നത്. An intermediate floor in any story overhanging and overlooking a floor beneath is called mezzanine floor. The site plan shall be drawn to a scale not less than. Site planൻ്റെ സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റ് പ്ലാൻ 1:400. 1:400 ആണ്. സൈറ്റ് പ്ലാൻ ഷോൾ ബി ഡ്രോൺ ടു എ സ്കെയിൽ നോട്ട് ലെസ് ദാൻ 1:400. 1:400ൽ കുറയാത്ത സ്കെയിലിലായിരിക്കണം സൈറ്റ് പ്ലാൻ വരയ്ക്കേണ്ടത്. 56ാമത്തെ ചോദ്യം, ദി ഏരിയ ഓഫ് ബാത്റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ. ബാത്റൂമിൻ്റെ ഏരിയ, മിനിമം ഏരിയ ഓഫ് ബാത്റൂമാണ് ചോദിച്ചിരിക്കുന്നത്. 1.5 മീറ്റർ സ്ക്വയർ ആണ്. ദി ഏരിയ ഓഫ് ബാത്റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1.5 മീറ്റർ സ്ക്വയർ. 57ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 58ാമത്തെ ചോദ്യം, ഹൗ മെനി പെർസെൻറ്റേജ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1.5 to 2%. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് 1.5 to 2% ആണ്. 59ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് ആണ്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റും അപ്രോക്സിമേറ്റ് ആണ്. ക്യൂബിക്കൽ കണ്ടൻറ്റും അപ്രോക്സിമേറ്റ് ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് അപ്രോക്സിമേറ്റ് അല്ലാത്തത്. ഓപ്ഷൻ ഡി, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ദി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC ഇൻ MKS സിസ്റ്റം. RCCയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. MKS സിസ്റ്റത്തിൽ RCCയുടെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന യൂണിറ്റ് ക്വിൻ്റലിലാണ്. ദി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC ഇൻ MKS സിസ്റ്റം ഈസ് ക്വിൻ്റൽ. ദി മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഫോർ പെയിൻറ്റിംഗ് ഫോർ ബോത്ത് സൈഡ്സ് ഓഫ് എ വെനീഷ്യൻ ഡോർ. വെനീഷ്യൻ ഡോറിൻ്റെ ബോത്ത് സൈഡ്സിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഫോർ പെയിൻറ്റിംഗ് ഫോർ ബോത്ത് സൈഡ്സ് ഓഫ് എ വെനീഷ്യൻ ഡോർ ഈസ് 3. 62ാമത്തെ ചോദ്യം, ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു. മൈൽഡ് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7500 kg/m³ ആണ്. ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 7500 kg/m³. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ജോബ് ഓവർഹെഡ്സ്. ജോബ് ഓവർഹെഡ്സ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ജോലിയുടെ ഭാഗമായി വരുന്നത് സൂപ്പർവിഷനാണ്. ഓപ്ഷൻ ഡി, സൂപ്പർവിഷനാണ് ജോബ് ഓവർഹെഡ്സിൽ വരുന്നത്.
64-ാമത്തെ ചോദ്യം, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മെറ്റീരിയൽസ് ഈസ് റിക്വയർഡ് ഫോർ സിമെൻറ്റ് ആൻഡ് സാൻഡ് മോർട്ടാർ ഫോർ 1 cubic meter ഓഫ് എ ബ്രിക്ക് മേസണറി? ബ്രിക്ക് മേസണറിയിൽ വരുന്ന ഡ്രൈ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 1 cubic meterൽ ബ്രിക്ക് മേസണറിയിൽ എത്ര ഡ്രൈ മെറ്റീരിയൽസ് വരും? 0.30 മീറ്റർ ക്യൂബ് ആണ്. 0.30 cubic meter ആണ് 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് മേസണറിയിൽ വേണ്ടി വരുന്ന ഡ്രൈ മെറ്റീരിയൽസ്. 65-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫ്ലോർ ഏരിയ ഓഫ് എ ബിൽഡിംഗ്? ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയയിൽ ഉൾപ്പെടുത്താത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാൾസ് ആണ്. ഏരിയ ഓഫ് വാൾസ് ആണ് ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയയിൽ ഉൾപ്പെടുത്താത്തത്. 66-ാമത്തെ ചോദ്യം, ദി വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്? ഡിസ്മാൻഡിൽ ചെയ്യാതെ തന്നെയുള്ള യൂട്ടിലിറ്റി പീരീഡിൻ്റെ അവസാനം വരുന്ന വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് എന്ന് പറയുകയാണെങ്കിൽ സാൽവേജ് വാല്യൂ ആണ്. വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് എന്ന് പറയുകയാണെങ്കിൽ സാൽവേജ് വാല്യൂ. അത് പൊളിച്ച ശേഷമുള്ള വാല്യൂ ആണെങ്കിൽ അത് സ്ക്രാപ്പ് വാല്യൂയും ആയിരിക്കും. 67-ാമത്തെ ചോദ്യം, വിച്ച് ടേം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ഡിക്രീസ് ഓർ ലോസ് ഇൻ ദി വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു യൂസ്, ലൈഫ് എക്സെട്ര? ഉപയോഗിക്കുന്നത് മൂലവും കാലപ്പഴക്കം ചെല്ലുന്നത് മൂലവും ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന വിലയിടിവിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ വാക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ഉപയോഗിച്ച് പഴകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് കാലപ്പഴക്കം കൊണ്ടോ ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന വിലയിടിവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 68-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ക്ലിയർ ആക്സസ് വിത്ത് ടു ആൻ ഇൻഡിവിജ്വൽ ഒക്യുപ്പൻസി ഓഫ് എ സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ഫ്രം ദി സ്ട്രീറ്റ്? ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് സ്ട്രീറ്റിൽ നിന്നും എത്രയാണ് ക്ലിയർ ആക്സസ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1.2 മീറ്റർ വിഡ്ത്താണ് വേണ്ടത്. 1.2 മീറ്റർ വിഡ്ത്താണ് ക്ലിയർ ആക്സസ്സായി ഒരു സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ്ങിന് സ്ട്രീറ്റിൽ നിന്നും കൊടുക്കേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം മീൻസ് സൈഡ് ഓർ പാർട്ട് ഓഫ് എ സൈഡ് ഓഫ് എ പ്ലോട്ട് വിച്ച് അബട്ട്സ് ഓൺ ദി സ്ട്രീറ്റ്? അതായത് സ്ട്രീറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ സൈഡിൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ മാർജിന് ശേഷമുള്ള ആ ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിൽഡിങ് കഴിഞ്ഞിട്ട് സ്ട്രീറ്റിനെ ഫേസ് ചെയ്ത് വരുന്ന ആ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രണ്ടേജ്. ഫ്രണ്ടേജ് എന്നാണ് പറയുന്നത്. 70-ാമത്തെ ചോദ്യം, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് പ്ലിന്ത് ഏരിയ ഈസ് ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് കാർപ്പറ്റ് ഏരിയ ഓഫ് ആൻ ഓഫീസ് ബിൽഡിംഗ്? ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കാർപ്പറ്റ് ഏരിയ എത്ര ശതമാനം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60-70% ഓഫ് ദി പ്ലിന്ത് ഏരിയ. 60 മുതൽ 70% വരെയാണ്. 60-70% ഓഫ് പ്ലിന്ത് ഏരിയ ഈസ് ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് കാർപ്പറ്റ് ഏരിയ ഓഫ് ആൻ ഓഫീസ് ബിൽഡിംഗ്. 71-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പെർമിസിബിൾ കവേർഡ് ഏരിയ ഫോർ എ പ്ലോട്ട് ഓഫ് ഏരിയ മോർ ദാൻ 1000 മീറ്റർ സ്ക്വയർ? പ്ലോട്ട് ഏരിയ 1000 മീറ്റർ സ്ക്വയറിൽ കൂടുതലാണെങ്കിൽ ഇവിടെ പെർമിസിബിൾ ആയിട്ടുള്ള കവേർഡ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 33% ഓഫ് ദി സൈറ്റ് ഏരിയ. പ്ലോട്ട് ഏരിയ 1000 മീറ്റർ സ്ക്വയറിന് മുകളിലാണെങ്കിൽ പെർമിസിബിൾ ആയിട്ടുള്ള കവേർഡ് ഏരിയ 33% ഓഫ് ദി സൈറ്റ് ഏരിയ ആണ്. 72-ാമത്തെ ചോദ്യം, എ പിയർ ഫോമിംഗ് പാർട്ട് ഓഫ് എ വാൾ പാർഷ്യലി പ്രൊജക്റ്റിംഗ് ദെയർ. എ പിയർ ഫോമിംഗ് പാർട്ട് ഓഫ് എ വാൾ പാർഷ്യലി പ്രൊജക്റ്റിംഗ് ദെയർ ഈസ് കോൾഡ് എ പിലാസ്റ്റർ. ഒരു പിയർ ഫോമിംഗ് പാർട്ട് ഓഫ് എ വാളിൽ തന്നെ ഒരു പിയർ ഫോമിംഗ് ആയിട്ടുള്ള പാർട്ടിനെ പാർഷ്യലായിട്ട് പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പിലാസ്റ്റർ. 73-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ആക്സസിബിൾ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ദി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ലോ വോൾട്ടേജ്? ലോ വോൾട്ടേജ് ആണെങ്കിൽ 2.5 മീറ്റർ ആണ് വരുന്നത്. ലോ വോൾട്ടേജിന് 2.5 മീറ്റർ. ദി മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ആക്സസിബിൾ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ദി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ലോ വോൾട്ടേജ് ഇസ് 2.5 മീറ്റർ. ദി ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോവിങ് ദി ക്രോപ്പ് ഈസ് കോൾഡ് പാലിയോ. ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോവിങ് ദി ക്രോപ്പ് ഈസ് കോൾഡ് പാലിയോ. ഒരു ക്രോപ്പ് വിതയ്ക്കുന്നതിന് മുൻപായുള്ള വാട്ടറിങ്ങിനെ വിളിക്കുന്ന പേരാണ് പാലിയോ. 75-ാമത്തെ ചോദ്യം, ദി എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഫ്ലോസ് ഓവർ ദി സർഫസ് ഓഫ് എർത്ത് ആഫ്റ്റർ ഓൾ ലോസസ് ഹാവ് ടേക്കൺ പ്ലേസ് ഈസ് കോൾഡ്. എല്ലാ ലോസസും കഴിഞ്ഞ ശേഷവും എർത്ത് സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ വിളിക്കുന്ന പേരാണ് റൺ ഓഫ്. അതായത് പ്രസിപ്പിറ്റേഷൻ്റെ ഫലമായി കിട്ടുന്ന എല്ലാ
ക്വാണ്ടിറ്റീസിൽ നിന്നും എല്ലാ ലോസസും കഴിഞ്ഞു വരുന്ന ഭാഗത്തെയാണ് നമ്മൾ റൺ ഓഫ് എന്ന് വിളിക്കുന്നത്. 76ാമത്തെ ചോദ്യം, ദി റിലേഷൻ ബിറ്റ്വീൻ ബേസ് പീരീഡ് ഡെൽറ്റ ആൻഡ് ഡ്യൂട്ടി ഈസ് ഗിവൺ ബൈ. ബേസ് പീരീഡ് ഡെൽറ്റ ഡ്യൂട്ടി തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D എന്നാണ് റിലേഷൻ. 77ാമത്തെ ചോദ്യം, ദി ഡാം വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ ഡ്യൂറിംഗ് ഫ്ലഡ്സ് ആൻഡ് റിലീസസ് ഗ്രാജ്വലി അറ്റ് എ സേഫ് റേറ്റ് വെൻ ദി ഫ്ലഡ് റെസീഡ്സ്. അതായത് ഫ്ലഡ്സിൻ്റെ സമയത്ത് ഫ്ലഡ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉള്ള ആ ഒരു ഡാമിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റൻഷൻ ഡാം. ഡിറ്റൻഷൻ ഡാം എന്നാണ് അതിനെ വിളിക്കുന്നത്. 78ാമത്തെ ചോദ്യം, ദി ലൈൻ ഓൺ എ റെയിൻഫോൾ മാപ്പ് ജോയിനിങ് പ്ലേസസ് ഹാവിങ് സെയിം ആവറേജ് ആനുവൽ റെയിൻഫോൾ. ഒരേ ആവറേജ് ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലത്തെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ, മാപ്പിൽ വരയ്ക്കുന്ന ലൈനാണ് ഐസോഹൈറ്റുകൾ. Isoheights are line on a rainfall map joining places having same average annual rainfall. ആനുവൽ റെയിൻഫോൾ ഒരുപോലെ കിട്ടുന്ന സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് മാപ്പിൽ വരയ്ക്കുന്ന ലൈനാണ് ഐസോഹൈറ്റ്സ്. 79ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസ്ട്രക്റ്റഡ് വെൻ ദി HFL ഓഫ് ദി ഡ്രെയിനേജ് ഈസ് ഹയർ ദാൻ ദി കനാൽ ബെഡ് ലെവൽ. കനാൽ ബെഡ് ലെവലിനെക്കാട്ടിലും ഹയർ ആയിട്ടാണ് HFL ഓഫ് ഡ്രെയിനേജ് കാണപ്പെടുന്നത്. ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ഈസ് ഹയർ ദാൻ ദി കനാൽ ബെഡ് ലെവൽ. അതായത് കനാൽ ബെഡ് ലെവലിനെക്കാട്ടിലും ഹയർ ആയിട്ടാണ് ഡ്രെയിനേജിൻ്റെ HFL കാണപ്പെടുന്നത്. HFL ബെഡ് ലെവലിനെക്കാട്ടിലും ഹയർ ആയിട്ട് ഉയർന്ന് കാണപ്പെടുന്നു. അപ്പോൾ സൈഫൺ അക്യുഡറ്റ് ആണ്. 80ാമത്തെ ചോദ്യം, ദി കനാൽ വിച്ച് ഈസ് അലൈൻഡ് എലോങ് വാട്ടർ ഷെഡ് ആൻഡ് റൺസ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഓൺ എ വാട്ടർ ഷെഡ് ഈസ്. അതായത് വാട്ടർ ഷെഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ ആൻഡ് അതിൻ്റെ കൂടുതൽ ലെങ്ത്തും വാട്ടർ ഷെഡിലൂടെയാണ് പോകുന്നതെങ്കിൽ അത്തരം കനാലിനെ വിളിക്കുന്ന പേരാണ് റിഡ്ജ് കനാൽ. റിഡ്ജ് കനാലാണ് അലൈൻഡ് എലോങ് വാട്ടർ ഷെഡ് ആൻഡ് റൺസ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഓൺ ദി വാട്ടർ ഷെഡ്. 81ാമത്തെ ചോദ്യം, ദി റിവർ ട്രെയിനിങ് വർക്ക് കൺസ്ട്രക്റ്റഡ് ഓൺ എയ്തർ ബാങ്ക് ഓഫ് റിവർ അപ്സ്ട്രീം ടു പ്രൊട്ടക്റ്റ് ദി ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഡ്യൂറിങ് ഫ്ലഡ്സ്. അതായത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് പരിസരത്തുള്ള സ്ഥലങ്ങളും വസ്തുക്കളും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്സ്ട്രീം സൈഡിൽ, റിവറിൻ്റെ അപ്സ്ട്രീം സൈഡിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന റിവർ ട്രെയിനിങ് വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് മാർജിനൽ ബാങ്ക്. ദി റിവർ ട്രെയിനിങ് വർക്ക് കൺസ്ട്രക്റ്റഡ് ഓൺ എയ്തർ ബാങ്ക് ഓഫ് റിവർ അപ്സ്ട്രീം ടു പ്രൊട്ടക്റ്റ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഡ്യൂറിങ് ഫ്ലഡ്സ് ഈസ് മാർജിനൽ ബാങ്ക്. 82ാമത്തെ ചോദ്യം, ദി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഓൺ എ ചാനൽ ടു ലോവർ ഡൗൺ ദി വാട്ടർ ലെവൽ ആൻഡ് ബെഡ് ലെവൽ ഓഫ് ചാനൽ ഈസ്. ദി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഓൺ എ ചാനൽ ടു ലോവർ ഡൗൺ ദി വാട്ടർ ലെവൽ ആൻഡ് ബെഡ് ലെവൽ ഓഫ് ദി ചാനൽ. ചാനലിൻ്റെ ബെഡ് ലെവൽ കുറച്ച് അതേപോലെ തന്നെ വാട്ടർ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കനാൽ ഫോൾ. Canal fall is constructed on a channel to lower down the water level and bed level of the channel. 83ാമത്തെ ചോദ്യം, the sheet of liquid flowing over a notch is known as. ഒരു നോച്ചിന് മുകളിലൂടെ ഒഴുകുന്ന ഷീറ്റ് ഓഫ് ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് നാപ്പെ. നാപ്പെ ഈസ് ദി ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ എ നോച്ച് എന്ന് പറയുന്നത്. നോച്ചിന് മുകളിലൂടെ ഒഴുകുന്ന ഷീറ്റ് ഓഫ് ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് നാപ്പെ. 84ാമത്തെ ചോദ്യം, ദി പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് കൺട്രോൾസ് ഇറ്റ്സ് റേറ്റ് ഓഫ് ഫ്ലോ. ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് കൺട്രോൾസ് ഇറ്റ്സ് റേറ്റ് ഓഫ്. 85ാമത്തെ ചോദ്യം, യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഫ്ലൂയിഡ് പ്രഷർ. ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനോമീറ്റർ. ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് മാനോമീറ്റർ. 87ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പ്രഷർ ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ പ്രഷറിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്കലാണ്. പാസ്കൽ ഈസ് ദി യൂണിറ്റ് ഓഫ് പ്രഷർ ഇൻ SI സിസ്റ്റം. 88ാമത്തെ ചോദ്യം, ദി ടൈപ്പ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാട്ടർ ഇൻ ആൻ എലിവേറ്റഡ് ടാങ്ക്. ഒരു എലിവേറ്റഡ് ടാങ്കിൽ ഉള്ള വാട്ടർ ഏത് ടൈപ്പ് എനർജിയാണ് പൊസസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലിവേറ്റഡ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഹൈറ്റിലുള്ള വാട്ടർ റെസ്റ്റിലാണുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് വരുന്നത്.
പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് മൂലം റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. 89ാമത്തെ ചോദ്യം, SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി ഈസ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. ഹാഫ് m ഇൻറ്റു v². അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ. ഹാഫിൻ്റെ ഒരു 2ഉം 2ൻ്റെ സ്ക്വയറിൻ്റെ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ 10 ഇൻറ്റു 2 നമുക്ക് 20 എന്നാണ് കിട്ടുന്നത്. 10 ഇൻറ്റു 2 20. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv². ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 എന്ന് വരും. 10 ഇൻറ്റു 4 40. 40യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 20. ആ രീതിയിലും ചെയ്യാവുന്നതാണ്. 91ാമത്തെ ചോദ്യം, ഇഫ് എ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ ഇൻ 10 സെക്കൻഡ്. 30 മീറ്റർ ഇൻ 10 സെക്കൻഡ്. സ്പീഡ് ഓഫ് ദി കാർ ഈസ്. സ്പീഡിൻ്റെ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 30/10. 30/10 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. 3 മീറ്റർ പെർ സെക്കൻഡ്. 92ാമത്തെ ചോദ്യം, ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ mu ഈസ് 0.3 ആൻഡ് നോർമൽ റിയാക്ഷൻ R ഈസ് 10 ന്യൂട്ടൺ, ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mu ഇൻറ്റു R എന്നാണ് ഇക്വേഷൻ. F ഈസ് ഈക്വൽ ടു mu ഇൻറ്റു R. 0.3 ഇൻറ്റു 10 എന്ന് വരും. 0.3 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്നത്. 0.3 ഇൻറ്റു 10 3 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. 93ാമത്തെ ചോദ്യം, ദി സ്ട്രെസ് ഡെവലപ്ഡ് ഇഫ് എ ഫോഴ്സ് ഓഫ് 250 ന്യൂട്ടൺ. ഫോഴ്സ് 250 ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് ഓൺ എ റോഡ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 50 മീറ്റർ സ്ക്വയർ ഈസ്. സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ 250 ഡിവൈഡഡ് ബൈ 50 എന്ന് വരുന്നു. 0 വെട്ടിപ്പോകുന്നു. 25/5 5 എന്ന് നമുക്ക് കിട്ടുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. 94ാമത്തെ ചോദ്യം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സിമ്പിൾ മെഷീൻ ഈസ് 3. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ ലോഡ് ബൈ എഫർട്ട് ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദി ലോഡ് ഈസ് 9 കിലോഗ്രാം. ലോഡ് 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 9 എഫർട്ട് ഈസ് ഈക്വൽ ടു 3. നമ്മളോട് എഫർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എഫർട്ട്. എഫർട്ട് ഈസ് ഈക്വൽ ടു 9/3 എന്ന് വരും. 9/3 ഈസ് ഈക്വൽ ടു എഫർട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടും. 3 കിലോഗ്രാം എന്ന് കിട്ടുന്നു. 95ാമത്തെ ചോദ്യം, ഇൻ എ സിമ്പിൾ മെഷീൻ ദി റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ഈസ് കോൾഡ്. എഫർട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെയും ലോഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി റേഷ്യോ ആണ്. വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്. 96ാമത്തെ ചോദ്യം, ദി പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 36 സെൻറ്റിമീറ്റർ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ സൈഡ് എക്സ് ആണെങ്കിൽ 3 സൈഡും എക്സ് ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ 3x എന്ന് വരും. 3x നമുക്ക് തന്നിരിക്കുന്നു. 3x ഈസ് ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ എക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 36 ഡിവൈഡഡ് ബൈ 3 12 എന്ന് നമുക്ക് കിട്ടും. 12 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്നത് കൊണ്ട് 3 സൈഡും തുല്യമായിരിക്കും. 3x ഈസ് ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. 97ാമത്തെ ചോദ്യം, ദി സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് 7 സെൻറ്റിമീറ്റർ. ക്യൂബിൻ്റെ സൈഡ് 7 സെൻറ്റിമീറ്റർ. വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് എ ക്യൂബ് എ ക്യൂബാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ക്യൂബ്. 7 ഇൻറ്റു 7 ഇൻറ്റു 7 7 ഇൻറ്റു 7 49 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 343 എന്നാണ്. 343 343 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. സെൻറ്റിമീറ്റർ ക്യൂബാണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതാണ് ഓപ്ഷൻ ഡി വരുന്നത്. 98ാമത്തെ ചോദ്യം, ദി വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 99ാമത്തെ ചോദ്യം. ദി പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 12 സെൻറ്റിമീറ്റർ ഈസ്. സ്ക്വയറിൻ്റെ സൈഡ് 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം പെരിമീറ്റർ 4 സൈഡ് കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ 12 × 4 വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് വരുന്നത്. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. 48 സെൻറ്റിമീറ്റർ എന്ന് വരുന്നു. അടുത്ത ചോദ്യം, 100ാമത്തെ ചോദ്യം. ഏരിയ ഓഫ് സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു πr² എന്നാണ്. പൈയുടെ വാല്യൂ 22/7 ഇട്ട് കൊടുത്താൽ 22/7 × 7ൻ്റെ സ്ക്വയർ. അപ്പോൾ ഒരു 7 ക്യാൻസൽ ചെയ്ത് പോകും. 22 × 7 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയുമാണ് 82/2022 ട്രേസർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. 2 ഭാഗങ്ങളിലായി 100 ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.